യേശുവേ നോക്കി ജീവിപ്പാൻ ഇവയെ കാക്ഷിക്കും. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ പ്രഭാതത്തിൽ നിങ്ങളോടൊപ്പമായിരിക്കുവാൻ പരിശുദ്ധനായ ദൈവം എന്നെയും സഹായിച്ചു. എൻ്റെ നല്ല നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ പ്രഭാത ധ്യാനത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നതായ നിങ്ങളെ ഓരോരുത്തരെയും കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി നമുക്ക് നൽകിയിരിക്കുന്ന നമ്മുടെ വിഷയം, യേശു ചെയ്തതുപോലെ വിനീതമായി മറ്റുള്ളവരുടെ ഭാരങ്ങളെ നീക്കുക. അതിന് നമുക്ക് നൽകിയിരിക്കുന്ന ആധാരവാക്യം 1 പത്രോസ് 3:8-9 വാക്യങ്ങൾ. തീർച്ചയ്ക്ക് എല്ലാവരും ഐകമത്യവും സഹതാപവും സഹോദരപ്രീതിയും മനസ്സലിവും വിനയബുദ്ധിയും ഉള്ളവരായിരിപ്പിൻ. ദോഷത്തിന് ദോഷവും ശകാരത്തിന് ശകാരവും പകരം ചെയ്യാതെ നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കേണ്ടതിന് വിളിക്കപ്പെട്ടുകൊണ്ട് അനുഗ്രഹിക്കുന്നവർ ആയിരിപ്പിൻ. ഇവിടെ കർത്താവിൻ്റെ വചനം പറയുന്നത്, ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്ന, ദൈവം സ്നേഹിക്കുന്ന ദൈവത്തിൻ്റെ ജനത്തെ ഇവിടെ പറയുന്നത്, നിങ്ങൾ അനുഗ്രഹിക്കേണ്ടതിന് വിളിക്കപ്പെട്ടതുകൊണ്ട്. അപ്പോൾ ദൈവം നമ്മെ അനുഗ്രഹിക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നു. അതുകൊണ്ട് നാം എന്ത് ചെയ്യണം? അനുഗ്രഹിക്കുന്നവർ തന്നെ ആയിരിക്കണം. നമ്മൾ മറ്റുള്ളവരെ അനുഗ്രഹിക്കുന്നവർ ആയിരിക്കണം. നമ്മൾ അവരെ പകരം ചെയ്യാൻ പാടില്ല. പകരത്തിന് പകരം ചെയ്യുന്നവരായിട്ടോ, ദോഷത്തിന് ദോഷം ചെയ്യുന്നവരായിട്ടോ, ശകാരത്തിന് ശകാരിക്കുന്നവരായിട്ടോ നമ്മളായിത്തീരുവാൻ പാടില്ല. പിന്നെ കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ജീവിതത്തിൽ ഈ ലോകത്തിലായിരിക്കുമ്പോൾ നമുക്കൊരു മാതൃക കാണിച്ചു തന്നു. എല്ലാവരെയും സ്നേഹിച്ചു. അവരുടെ എല്ലാ പ്രയാസങ്ങളിലും കൂടെ ഇരുന്ന് അവർ ആവശ്യപ്പെട്ടത് കർത്താവ് അവർക്ക് നൽകി. അവരുടെ വേദനകളെ മാറ്റി, രോഗങ്ങളെ മാറ്റി, അവരുടെ ബന്ധുക്കൾക്കും അവരുടെ മുതിർന്നവർക്കും അവരുടെ മക്കൾക്കും മാതാപിതാക്കൾക്കുമെല്ലാം കർത്താവിൻ്റെ ആ വലിയൊരു അനുഗ്രഹം കൂടെ ഉണ്ടായിരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. അപ്പോൾ നാം കർത്താവിൻ്റെ പാത പിന്തുടരുകയും കർത്താവിൻ്റെ അനുഗ്രഹം നമുക്ക് ലഭിക്കേണ്ടുന്നതായ ഒരു വ്യക്തിയായി നാം ആയിരിക്കുമ്പോൾ നാം ആരെയും വെറുക്കുവാൻ പാടില്ല. നാം എല്ലാവരെയും സ്നേഹിക്കണം, എല്ലാവരെയും അനുഗ്രഹിക്കണം എന്നുള്ളതാണ് കർത്താവ് നമ്മോട് ആവശ്യപ്പെടുന്നത്, നമ്മോട് ചോദിക്കുന്നത്. കർത്താവിനെ സ്നേഹിക്കുന്ന വ്യക്തി അവൻ നിർമ്മലനായിരിക്കണം, നേരുള്ളവനായിരിക്കണം, വിശ്വാസയോഗ്യനായിരിക്കണം. അവൻ നിർമ്മലനായിരിക്കണം, അവനിൽ കളങ്കം ഒട്ടും ഇല്ലാത്തവനായിരിക്കണം. അവൻ പൂർണ്ണമായിട്ടും ദൈവ വിശ്വാസത്താൽ ദൈവപ്രവൃത്തിയിൽ കർത്താവിൽ വിശ്വസിക്കുന്നവൻ ആയിരിക്കണം. കർത്താവിനെ പോലെ ഉള്ളവനായിരിക്കണം, നിർമ്മലനായിരിക്കണം. അവൻ നേരുള്ളവനായിരിക്കണം. അവൻ ഒരിക്കലും ആരെയും ചതിക്കുന്ന മനോഭാവമുള്ളവൻ ആയിട്ടല്ല. ആരെയും കുഴിയിൽ വീഴുന്നതായ ബുദ്ധിയോ ചിന്തയോ ഉള്ളവൻ ആയിരിക്കരുത്. അവനെപ്പോഴും വിശ്വാസയോഗ്യൻ ആയിരിക്കണം. ആരെല്ലാം അവൻ സഹായം ചോദിക്കുന്നുവോ ആ സഹായം ഒരിക്കലും വിശ്വാസയോഗ്യമല്ലാത്ത ഒരു വ്യക്തി ചെയ്യുന്നത് പോലെ ആയിരിക്കരുത്. അവൻ ഒരു സഹായം ചോദിക്കുന്നവൻ എന്നെ യഥാർത്ഥമായി സഹായിക്കും എന്നുള്ളതായ വിശ്വാസത്തോടു കൂടി അവൻ്റെ അടുക്കൽ വരുമ്പോൾ അതേപോലെ നിന്ന് ആ വിശ്വാസത്തിന് കോട്ടം വരാത്ത രീതിയിൽ സഹായിക്കുന്നവൻ ആയിരിക്കണം. കർത്താവിൻ്റെ അനുഗ്രഹം പ്രാപിക്കുവാൻ വേണ്ടിയിട്ട് കർത്താവ് തിരഞ്ഞെടുത്തിരിക്കുന്നതായ വ്യക്തി. അപ്പോൾ അവൻ എല്ലാവരെയും അനുഗ്രഹിക്കേണ്ടവനാണ്. അവൻ ആരെയും വെറുക്കുവാനോ അല്ലായെങ്കിൽ ആരെയും വേദനിപ്പിക്കുന്നവനോ ആയിരിക്കുവാൻ കഴിയരുത് എന്നുള്ളത്. ഇവിടെ എനിക്ക് ഒരു കഥയറിയാം, റിയൽ സ്റ്റോറിയാണ്. 2 പേര് തമ്മിൽ യോജിച്ചുകൊണ്ട് ഒരു വാഹനം വാങ്ങുന്നു. കൂട്ടുകാർ യോജിച്ചുകൊണ്ടൊരു വാഹനം വാങ്ങുന്നു. എന്നാൽ കാശ് അധികം മുടക്കിയ വ്യക്തി അതിൽ
അവരുടെ റെക്കോർഡുകളിൽ പേരുകളൊന്നും വച്ചിട്ടില്ല. എന്നാൽ കാശ്, തുച്ഛമായ കാശ് ചിലവാക്കിയതായ വ്യക്തി അദ്ദേഹത്തിൻ്റെ പേരിൽ വാഹനം ഇറക്കുന്നു. ഒടുവിൽ വാഹനം ഓടി അതിൻ്റെ ലാഭനഷ്ടങ്ങൾ വരുന്നു. ആ ലാഭനഷ്ടങ്ങൾ കണക്കുകൂട്ടി കുറച്ച് ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരും പങ്കുവച്ച് കാര്യങ്ങൾ ചെയ്തു. അത് കഴിഞ്ഞ് ഇവർക്ക് തമ്മിൽ പങ്കുവയ്പിൽ ചില തെറ്റുകൾ വന്നു തുടങ്ങി. ഒടുവിൽ കൂടുതൽ ചിലവാക്കിയതായ ആ വ്യക്തി പറഞ്ഞു, ഇനി ഞാൻ കാശ് കൈകാര്യം ചെയ്യും, എന്നിട്ട് നമുക്ക് അതൊരുപോലെ. അപ്പോൾ മറ്റേ വ്യക്തി പറഞ്ഞില്ല, പറ്റത്തില്ല എന്ന് പറഞ്ഞു. ഞാൻ തന്നെ കയറിഞ്ഞു. ഒടുവിൽ വഴക്കായി, അടിയായി. അപ്പോൾ തുച്ഛമായ കാശ് മാത്രം ചിലവാക്കിയതായ ആ വ്യക്തി പറഞ്ഞു, നീ ഏതു പേരും പറഞ്ഞ് നീ എന്നോട് കാശ് ചോദിക്കുന്നു, നിനക്ക് ന്യായമായിട്ടുള്ളത് ഞാൻ തന്നുകൊണ്ടിരിക്കുകയാണ്. അത് എൻ്റെ കാശിലാണ് വണ്ടി ഇറക്കി, വാഹനം ഇറക്കിയിട്ടുള്ളത്. എന്താണ് തെളിവ്? തെളിവില്ല. കോടതിയിൽ പോയാലും അവിടെ തെളിവുകൾ നോക്കുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ പക്കൽ തെളിവില്ല. എന്നാൽ അവിടെ വഞ്ചനയുടെ ഒരു മുള്ള് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. എന്നാൽ ദൈവമക്കളായിരിക്കുമ്പോൾ ആ ഒരു വഞ്ചനയുടെ മുള്ളും ആ ദൈവമക്കളുടെ ഭാഗത്ത് ഉണ്ടാകുവാൻ പാടില്ല. കാരണം ഇവിടെ ലൂക്കോസ് 6-ാം അധ്യായം അതിൻ്റെ 38-ാം വാക്യം പറയുന്നു, കൊടുപ്പിൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അമർത്തി കുലുക്കി കവിയുന്നൊരു നല്ല അളവ് നിങ്ങളുടെ മടിയിൽ തരും, നിങ്ങൾ അളക്കുന്ന അളവിനാൽ നിങ്ങൾക്കും അളന്നു കിട്ടും. നമ്മൾ ആരെയും ചതിക്കുന്നവരല്ല. എല്ലാവരുടെ ക്ഷേമം നമ്മൾ ആഗ്രഹിക്കുന്നവരായിരിക്കണം. നമ്മൾ അനുഗ്രഹിക്കപ്പെടേണ്ടതിന് കർത്താവ് നമ്മെ തിരഞ്ഞെടുത്തിരിക്കുന്നു. അങ്ങനെയാകുമ്പോൾ നാം അനുഗ്രഹിക്കുന്നവർ മറ്റുള്ളവരെ അനുഗ്രഹിക്കുന്നവരായി തന്നെ നാം തീരണം. അങ്ങനെ ആകണം. അതാകുന്നു പരിശുദ്ധനായ ദൈവം നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നത്. ഇന്ന് ഈ പ്രഭാതത്തിൽ എന്നോടൊപ്പം ആയിരിക്കുന്നതായ നിങ്ങളോടും ഞാൻ പറയുന്നത്, നാം എല്ലാവരും അനുഗ്രഹിക്കപ്പെടേണ്ടതിന് കർത്താവ് തിരഞ്ഞെടുത്തിരിക്കുന്നവരാണ് നാം എല്ലാവരും. അപ്പോൾ നാം എല്ലാവരും എന്ത് ചെയ്യണം? മറ്റുള്ളവരുടെ ക്ഷേമത്തിനായി, അവരുടെ അനുഗ്രഹത്തിനായി നാം അവരെ അനുഗ്രഹിക്കുന്നവരായി നാം തീരണം. ഈ തിരുവചനങ്ങളാൽ പരിശുദ്ധനായ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ, ആശീർവദിക്കുമാറാകട്ടെ. ആമേൻ. കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, കരുണയുള്ള കർത്താവേ, ഇത്രത്തോളം അങ്ങ് ഞങ്ങളെ കരുതിയതിനായി സ്തോത്രം. പരിശുദ്ധനെ, ഈ പ്രഭാതത്തിൽ ഇവിടെ ആയിരിക്കുന്നതായ അങ്ങയുടെ മക്കൾ എല്ലാവരെയും അങ്ങയുടെ കരത്തിൽ തരുന്നു. പരിശുദ്ധനായ ദൈവം അങ്ങയുടെ ചിറകിൻ്റെ നിഴലിൽ വഹിച്ചുകൊള്ളും. അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കുന്നവരായി തിരഞ്ഞെടുത്തിരിക്കുമ്പോൾ ഞങ്ങൾ ആരെയും ശകാരിക്കുന്നവരായിട്ടല്ല, ഞങ്ങൾ ആരെയും ചതിക്കുന്നവരായിട്ടല്ല, ഞങ്ങൾ അനുഗ്രഹിക്കുന്നവരായിട്ടും അവരുടെ ക്ഷേമത്തിനായി പ്രവർത്തിക്കുന്നവരായി ഞങ്ങളെ ഒരുക്കും. പരിശുദ്ധനായ ദൈവത്തിൻ്റെ കരങ്ങൾ ഞങ്ങളെ മുഴുവനുമായി സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേൾക്കുമാറാകണമേ പരിശുദ്ധ പിതാവേ. ആമേൻ.